നിക്കന്റെ മഞ്ഞ അങ്ങോട്ട് ഞാൻ പോട്ടെ. 3, 4, 5 5-ലെത്തി. ഓ ഭയങ്കര മെച്ചപ്പെടി വലുതാ. ഇപ്പൊ മഞ്ഞനെ വിട്ടു. 1 സെക്കൻഡ്. മഞ്ഞൾ വിട്ടു. മഞ്ഞനെ വിട്ടു. മഞ്ഞ വിശക്കണം പെണ്ണേ. ബർത്ത്ഡേ കേക്ക് ഉണ്ട്, മതിയോ? ബർത്ത്ഡേ കേക്ക് ആരുടെന്ന് അറിഞ്ഞാലേ ശിവേട്ടൻ കഴിക്കുള്ളൂ. നീ എങ്ങനെയൊന്നുമില്ല, ആരുടെയാണെ ഞാൻ കഴിക്കും. എന്റെ പൊന്നു മനുഷ്യനെ ചുമ്മാ പറഞ്ഞത്. ഇവിടെ ആരുടെയും ബർത്ത്ഡേ കേക്ക് ഒന്നും ഇല്ല. അടുക്കളയിൽ പോയിട്ട് ഒരു ചായ എടുത്തിട്ട് ചേട്ടനിപ്പോ അവിടെ നിന്നല്ലോ, ചേട്ടന് പോയി എടുത്തിട്ട് അവിടെ ആശ അമ്മയൊക്കെ ഇരിക്കുന്നു. ഒരു ചായ എടുത്തിട്ട്. ഓ മനസ്സിലായി. ഡേറ്റ് ഓഫ് ബർത്ത് അല്ലളിയാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സ്വന്തം ഭാര്യ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഓർത്ത് വെക്കണ്ടേ? മോശമില്ലേ അതൊക്കെ? സത്യം തന്നെ മറന്നുപോയെന്ന് പറഞ്ഞ അങ്ങനെയാണ്. നീ ഒന്ന് നിന്റെ ഭാര്യ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയൂ. ഇപ്പൊ നീ പറ, നിന്റെ ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറ. നീ അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. വിഷയം ഇവിടെ നീ പറയടാ. ചേച്ചിയുടെ അളിയനാണെങ്കിൽ അത് അളിയ അത് പറ. നീ പറ. അത് എനിക്കറിയാലോ. ഇറങ്ങി പോടേ. എനിക്കറിയാത്. അയ്യോ അത് പിന്നെ 19/4/1994. എനിക്ക് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. നിന്റെ 10ാം ക്ലാസ്സില് SSLCയുടെ മറ്റേ ഇത് പറയണ്ട, ഹോൾ ടിക്കറ്റ് 10064 അല്ലേ? അല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാളിയാ. ഞാൻ അങ്ങനത്തെ ഒരു ഭർത്താവാണ്, മനസ്സിലായില്ലേ? നിനക്ക് 10ാം ക്ലാസ്സിലെ മാർക്ക് അറിയണോ? അല്ല ഞാൻ പറയാം, ഇതൊക്കെ അറിഞ്ഞു വെക്കണ്ടേ? കാശ് കൊടുത്ത് വാങ്ങിച്ചേട്ടാ ഞൊട്ടി കളിക്കാൻ വേണ്ടി. അതാണ് തോറ്റ ഈടായിട്ട് അളിയനോണം എന്നാണ് കേട്ടിട്ടുള്ളത്. അയ്യോ എന്താ ഏട്ടാ ആലോചിക്കുന്നേ? നാത്തൂന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ? അതും വേണം ശിവേട്ടൻ പറഞ്ഞു തരൂ അല്ലേ? നീ ചായ എടുത്തോളൂ അല്ലെങ്കിൽ ചൂടായി നിൽക്കുക. എനിക്ക് ചായ ഒന്നും വേണ്ട, അപ്പൊ നിങ്ങൾ പോയി കുടിച്ചോളൂ. ചേട്ടത്തി ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയാമോ? ചേട്ടൻ കാണിച്ചത് മോശമൊക്കെ തന്നെ എന്ന് പറഞ്ഞ ചേട്ടത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതിന്. അല്ലടാ, ഞാൻ ഇതിലെ സന്തോഷിച്ച് പാട്ടൊക്കെ പാടി തുള്ളിച്ചാടി നടക്കാം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതേ, ചേട്ടൻ കാണിച്ച പ്രശ്നത്തിന് ചേട്ടനെ കൊണ്ട് നമുക്ക് പരിഹാരം കാണിക്കാം. എന്ത് പരിഹാരം? എടാ നിനക്കറിയോ, ഇതിന് ഈ കപ്പിൾ കോൺടെസ്റ്റിന് സമ്മാനം കിട്ടിയിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഫസ്റ്റ് പ്രൈസ് എന്താണെന്നറിയോ? ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് വാഷിംഗ് മെഷീൻ. എടാ ഒന്നും അറിയണ്ടടാ, അതും ഫ്രണ്ട് ലോഡ്. ഞാനത് കണ്ട നാശിച്ചു പോയായിരുന്നു. എന്നാലും ചേട്ടൻ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ മറന്നു എന്ന് പറഞ്ഞാലേ. എടാ നിനക്ക് വരെ ഓർമ്മയില്ല എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, എന്നിട്ട് ഒത്തുകൊണ്ടും മറന്നുപോയി എന്നുള്ളതാ. നീ ചെന്ന് പറഞ്ഞു കൊടുത്തേക്കരുത്. ഇവിടെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കില്ല. ഇത്രയും ചിരിക്കുന്ന ചേട്ടന് കൊടുക്കുന്ന പണി ആലോചിച്ച് ചിരിച്ചു പോയതാ. എന്തിനായിട്ടിപ്പോ ഇവിടെ ഇരുന്നിട്ട് കുത്തിത്തിരിക്കുന്നത്? എന്ത് എന്തിനിവിടെ നിന്നിട്ട് വീണ്ടും കുത്തിത്തിരിക്കുന്നേ? നീ ഒന്ന് പോയ ശംഭു, ഞങ്ങളിവിടെ മുതിർന്ന ആൾക്കാർ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ. ഞാൻ പോക്കോളാം. ചിറ്റപ്പൻ അപ്പം അന്വേഷിക്കുന്നു. കിട്ടിയോ? എന്തോന്ന് കിട്ടിയോന്ന്? കിട്ടിയോ എന്തോ? ഇതേ ഈ പയറുവിത്ത് ഞാൻ ജംഗ്ഷനിലുള്ള അനുവിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് പയറുവിത്ത് അച്ഛനടുത്ത് പറഞ്ഞത്, അതിന്റെ കാര്യമായിരിക്കും. അതൊന്നുമല്ല. പിന്നെ അപ്പൂപ്പനിപ്പോ സംശയം. എന്ത് സംശയം? ചിറ്റപ്പനാണ് മുത്തശ്ശി എടുത്ത് അച്ഛമ്മയുടെ ഏറ്റവും ഭർത്ത അപ്പൂപ്പൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞത്. ഞാനൊന്നല്ല പറഞ്ഞേ, ഞാൻ പോകാൻ പോകുന്നു. അറിയണം മാറ്. അമ്മ ശിവമാമനെ പറ. ശിവമാമ അപ്പച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്തും ഹാൾ ടിക്കറ്റും വരെ കറക്റ്റ് മണിയാണെന്ന് പറഞ്ഞു. കണ്ടോ ശിവളിയും കറക്റ്റ് ആയിട്ട് പറഞ്ഞെന്ന്. ഇതിനെതിരെ പ്രതികരിക്കണം. എന്ത് കുത്തിരിച്ച്? ഞാൻ കറക്റ്റ് കാര്യമില്ല പറഞ്ഞത്. എന്നെ മാമയ്ക്ക് സമാധാനിപ്പിക്കാൻ മാമയ്ക്കോ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ പേരും പറഞ്ഞോണ്ട് ഇവിടെ ആരും ഒരു തല്ലും പിടി ഉണ്ടാക്കണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് നിന്റെ അമ്മയ്ക്ക് അറിയാം. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നീ എന്തിനാ ഇവിടെ വന്നേ? ചിറ്റപ്പ ഇത്ര നേരം പറഞ്ഞെന്തുവാ? എടാ ഞാൻ ഒരു കാര്യം വളരെ നീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കയറി വരരുത് ചമ്പു. നിന്നെടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ? അപ്പൊ അപ്പൂപ്പ അന്വേഷിച്ചെന്ന് ഞാൻ പറയണ്ടായിരുന്നു. അപ്പൊ അപ്പൂപ്പ അന്വേഷിച്ചില്ലേ?